ഒരു വൈബിനെ കുറച്ച് പാട്ടൊക്കെ വെച്ച് തുടങ്ങാം. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞു. 2024 ഈസ് ഓവർ. എൻ്റെ ബർത്ത്ഡേ എന്ന് പറയുന്നത് എല്ലാ വർഷത്തിൻ്റെയും സ്റ്റാർട്ടിങ്ങും അല്ല എൻഡിങ്ങും അല്ലാത്ത സമയത്തായതുകൊണ്ട് ഒരു രസമാണ്. എപ്പോഴും ഡിസംബർ ഒരു സ്പെഷ്യൽ ഫീലിംഗ് ആണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എൻ്റെ ഫേഷ്യൽ ഹെയറാണ് റിമൂവ് ചെയ്യുന്നത്. കാരണം ഇതെനിക്ക് എൻ്റെ കോൺഫിഡൻസിനെ ഇത് അപ്ലിഫ്റ്റ് ചെയ്യേണ്ടോ ചോദിച്ചാൽ ഓഫ് കോഴ്സ് യെസ്. കാരണം ഹെയർ ഉള്ളപ്പോൾ എനിക്ക് അത്ര കോൺഫിഡൻസ് തോന്നാറില്ല ടു ബി ഓണസ്റ്റ്. അപ്പോൾ ഞാൻ ഇതാണ് യൂസ് ചെയ്യാറുള്ളത്, ഷേവും ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്റ്റുകളുടെയും ലിങ്കുകൾ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. പിന്നെ ഇതൊരു വലിയ ബർത്ത്ഡേ പാർട്ടിക്കോ അങ്ങനെയുള്ളൊരു റെഡി ആവലൊന്നും അല്ല. കാരണം അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാൻ സത്യം പറഞ്ഞപ്പോൾ ആരുമില്ല. ഞാനിപ്പോൾ ഒരു ഫേസ് മാസ്ക്കാണ് യൂസ് ചെയ്യുന്നത്. ഈ ഫേസ് മാസ്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫേസ് മാസ്ക്കാണ്. ഇത് ഫോക്സ്ടെയിലിൻ്റെ ആണ്. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ താഴെ പറഞ്ഞ പോലെ കൊടുക്കാം. ഇത് ഉപയോഗിക്കുമ്പോഴുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ബ്രൈറ്റനിങ് ആക്കാനും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഡേർട്ടൊക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യാനും യൂസ്ഫുള്ളാണ്. എപ്പോഴും നമ്മൾ ഷേവ് ചെയ്യുകയാണെങ്കിൽ അതിനപ്പുറം അത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ ഉപയോഗിക്കാൻ പാടില്ല. ഞാനിപ്പോൾ നമ്മുടെ ട്രിമ്മർ പോലത്തെ സംഭവം ഉപയോഗിച്ചതുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ 2024 ഇങ്ങനെ നോക്കുമായിരുന്നു. കഴിഞ്ഞ കൊല്ലം ഡിസംബർ 11 ഞാൻ എൻ്റെ ഫസ്റ്റ് ജോലിക്ക് ജോയിൻ ചെയ്യുന്നത്. ഞാനപ്പോൾ ഒരു ഫസ്റ്റ് പാട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിൽ. എനിക്കറിയുന്നില്ല എത്ര ചേഞ്ചസ് വന്നു എന്നുള്ളത്. എത്ര പേരെ മീറ്റ് ചെയ്തു, എത്ര ടൈപ്പ് ഓഫ് സ്ഥലങ്ങളിൽ പോയി, ഒറ്റയ്ക്ക് പല കാര്യങ്ങളും ഞാൻ ചെയ്തു. അപ്പോൾ എൻ്റെ ഒരു സെക്കൻഡ് പാർട്ടും കൂടി ഇനി ഇടണം. ഞാൻ ഗ്രാജുവേറ്റായി, കുറേ ആൾക്കാരെ കണ്ടു, കുറേ എക്സ്പീരിയൻസ് ചെയ്തു, പിന്നെ കുറേ ഡൗൺ കൂടെ പോയി. ഇപ്പോഴും ഡൗൺ കൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഐ ഫെൽറ്റ് സോ ഹാപ്പി അറ്റ് ദ സെയിം ടൈം ഐ ഫെൽറ്റ് സോ സാഡ്. കാരണം എനിക്ക് തോന്നി ചില സമയത്ത് ഞാനായിട്ട് എൻ്റെ ലൈഫ് അതായത് ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് അടിച്ചു എന്നുള്ളത്. അപ്പോൾ നമ്മുടെ മാസ്ക് ഒക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫേസ് നല്ല ക്ലിയർ ആയിട്ടുണ്ട്. ഞാൻ അതിൽ ഫിൽറ്റേഴ്സൊന്നും ഉപയോഗിച്ചിട്ടില്ല. എൻ്റെ ക്ലീൻ ആയിട്ടുള്ള സ്കിൻ ഇങ്ങനെ തന്നെയാണ്. എന്നിട്ട് ഞാൻ എൻ്റെ ഹെയർ കട്ട് റീസെൻ്റ്ലിയാണ് ചെയ്തത്, നിങ്ങൾക്കറിയാം. അപ്പോൾ ഞാനെപ്പോഴും ഹെയർ അങ്ങനെ ഡ്രൈ ആയി കഴിഞ്ഞാൽ കുഴപ്പമില്ലാണ്ട് കിടക്കും. പക്ഷേ ഐ ലൈക്ക് ടു ബ്ലോ ഡ്രൈ ഇറ്റ്. അപ്പോൾ ഞാൻ ബ്ലോ ഡ്രൈ ചെയ്യാറാണ് സ്ഥിരം പതിവ്. ഈ ഒരു ബ്ലോ ഡ്രയർ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായിട്ടോ. ഇത് കുറേ നേരമൊന്നും ലാസ്റ്റ് ചെയ്യില്ല സത്യം പറയുകയാണെങ്കിൽ. അലൻട്രൗമാൻ്റെയാണ്. ഞാൻ പല സ്ഥലത്ത് ഉപയോഗിച്ചിട്ട് കേരളത്തിൽ എനിക്ക് ഉപയോഗിച്ചിട്ട് കുറേ നേരമൊന്നും ലാസ്റ്റ് ചെയ്യാറില്ല അത്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ റിവ്യൂ സൺഡേ പറഞ്ഞിട്ടൊരു സീരീസ് തുടങ്ങിയിട്ടുണ്ട്. അതിൽ ഞാൻ ഓരോ പ്രൊഡക്റ്റുകളുടെയും ഞാൻ ഉപയോഗിച്ചിട്ടുള്ള പ്രൊഡക്റ്റുകളുടെയൊക്കെ റിവ്യൂസ് എല്ലാ സൺഡേസും പറയും, നല്ലതാണോ പൊട്ടയാണോ വാങ്ങണ്ടേ എന്നുള്ളത്. അപ്പോൾ ഈ ഫ്രണ്ടിലത്തെ ബാങ്ക്സിന് ഞാൻ കേളറാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഞാൻ ജസ്റ്റ് അത് ക്ലിപ്പ് ചെയ്തിടാണ് കേട്ടോ. അപ്പോൾ എനിക്കൊരു ബൗൺസി എഫക്റ്റ് എപ്പോഴും കിട്ടാറുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇത് ഞാൻ ഷൂട്ട് ചെയ്യണത് എൻ്റെ ബർത്ത്ഡേയുടെ തലേ ദിവസമാണ്. അപ്പോൾ ഞാനൊരു കുഞ്ഞ് മേക്കപ്പ് റുട്ടീനും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതൊരു സീറം പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ. അതൊരു കൊറിയൻ ബ്യൂട്ടി കൈൻഡ് ഓഫ് ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഞാൻ മോയ്സ്ചറൈസറിന് പകരം ഇതാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു പ്രൈമർ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഓരോ വർഷം കഴിയുന്തോറും എന്ത് ചെയ്യണം, അതായത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും ബർത്ത്ഡേൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യണം, അത് ആ ഗോളിലേക്ക് എത്തണം എന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സമയമാവും. എത്താണ്ടാവുമ്പോൾ എൻ്റെ എപ്പോഴത്തെയും ഒരു കാര്യം എന്ന് വെച്ചാൽ ഡിസംബർ ആയതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും എത്താണ്ടാവുമ്പോൾ എനിക്ക് എപ്പോഴും ഒരു ഹോപ്പ് വരാറുണ്ട്, മേ ബി ഡിസംബർ കഴിയുന്നതിന് മുന്നേ നടക്കും എന്നുള്ളത്. അങ്ങനെ പല കാര്യങ്ങളും ബാക്കി വെച്ചിട്ടാണ് ഈ ഡിസംബറിന് കഴിയാൻ പോകുന്നത് എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഇത്തിരി സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ പല പ്ലാൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിങ് ഓഫ് ദി ഇയർ. പക്ഷേ സത്യം പറഞ്ഞാൽ ഒന്നും നടന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് എൻ്റെ രീതിയിൽ എനിക്ക് സെലിബ്രേറ്റ് ചെയ്തുകൂടാന്നുള്ളത്. എല്ലാ വർഷവും ഞാൻ എൻ്റെ ബർത്ത്ഡേ ഹൈഡ് ചെയ്യാണ് സ്ഥിരം പതിവ്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം വിചാരിച്ചു ഞാനായിട്ട് എന്തെങ്കിലുമൊക്കെ എൻ്റെ സോഷ്യൽ മീഡിയയിലാണ് ഞാൻ കൂടുതൽ കാര്യങ്ങളും ചെയ്യാറ്, കൂടുതൽ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാറ്. അപ്പോൾ ഐ തോട്ട് ടു ഷെയർ ഇറ്റ് വിത്ത് യു ഗൈസ്. അപ്പോൾ ഞാൻ സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പാണ് ചെയ്യുന്നത്. ഭയങ്കര ഗ്രാൻഡായിട്ടുള്ള ഒന്നുമല്ല, വളരെ സിമ്പിൾ ആൻഡ് സട്ടിലായിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ബർത്ത്ഡേക്കോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഫോളോ ചെയ്യാം. സ്കൂളിലുള്ള സമയത്ത് റെഡി ആവാനും ഡ്രസ്സ് വാങ്ങാനൊക്കെ ഒരു കാരണം ഉണ്ടായിരുന്നു. സ്കൂളിൽ പോയിട്ട് ചോക്ലേറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ആരെയും ബോധിപ്പിക്കാനില്ല. പണ്ടാണെങ്കിൽ ബോധിപ്പിക്കാൻ കുറേ ആൾക്കാരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ബോധിപ്പിക്കാൻ ആരും ഇല്ല. എനിക്ക് പലതും ചെയ്യാൻ പറ്റാണ്ട അവസ്ഥകളും ഈ സമയത്ത് വരാറുണ്ട്. ടു ബി ഓണസ്റ്റ് ഐ എം ഗോയിങ് ത്രൂ എ വെരി ലോ പ്രോബ്ലമാറ്റിക് ഏരിയ ഓഫ് മൈ ലൈഫ് ഇപ്പോൾ കറൻ്റ്ലി. പക്ഷേ ഐ തോട്ട് വൈ ജസ്റ്റ് ടു ഫോക്കസ് ഓൺ ദാറ്റ്, വി ക്യാൻ ഫോക്കസ് ഓൺ അതർ തിങ്സ് ഓൾസോ. അപ്പോൾ ഞാൻ ഈ ചെയ്യണ ഹാക്സൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം കേട്ടോ. ഞാൻ കുറേ കാലങ്ങളായിട്ട് ചെയ്തു വരുന്ന ഹാക്സുകളാണ്. പിന്നെ ഈ ഒരു മസ്കാര ഭയങ്കര അടിപൊളിയാണ് കേട്ടോ.
ഇത് നല്ലൊരു വോല്യൂം തരും. ഇത് റെവല്യൂഷൻ മേക്കപ്പ് റെവല്യൂഷൻ്റെയാണ്. സോ ഞാനിതൊക്കെ പറഞ്ഞ പോലെ ലിങ്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ യെസ്, ബർത്ത്ഡേ എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ എൻ്റെ മിഡ് 20s എത്തി. I really don't know what I'm up to, what life is up to, even though I have a lot of things to achieve. പക്ഷേ യെസ്, ഇതായിരുന്നു നമ്മുടെ 2024 എൻഡിങ്. ഇതായിരുന്നു നമ്മുടെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ടെന്ന് എന്നോട് താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. ഐ റിയലി നീഡ് യുവർ ബ്ലെസ്സിങ്സ്. സോ യെസ്, അപ്പോൾ അതായിരുന്നു. ഈ ലുക്ക് എങ്ങനെയുണ്ടെന്നും കൂടി പറയണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സോ യെസ്, താങ്ക്സ് ഫോർ ബീയിങ് ദെയർ ഓൾവേസ്. അപ്പോൾ ഈ ഒരു ഇയറും നന്നാവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഇയർ ലോട്ട് ഓഫ് കയറ്റങ്ങളും ഇറക്കങ്ങളും ധാരാളം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു എന്താ പറയുക, മിഡ് 20s എത്തി ഓൾമോസ്റ്റ്. അപ്പോൾ ഐ തിങ്ക് എൻ്റെ സ്റ്റാർട്ടിങ് 20s തൊട്ട് ഞാൻ യൂട്യൂബ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഐ ഹോപ്പ് യു ഓൾ വിൽ ബി ഗുഡ് ആൻഡ് ഓൾസോ ഐ വിൽ ഹാവ് ഓൾ യുവർ ബ്ലെസ്സിങ്സ്. അപ്പോൾ യെസ്, അപ്പോൾ അതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, മേക്ക് ഷുവർ ടു ഗിവ് എ തംസ് അപ്പ് ആൻഡ് ഓൾസോ മേക്ക് ഷുവർ ടു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ആൻഡ് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഹാപ്പി ന്യൂ ഇയർ. നമ്മുടെ പ്ലാനർ വീഡിയോ വരുന്നുണ്ട്, അപ്പോൾ അതും കൂടി കാണണം. സോ യെസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.